ബിന്ദു ഉണ്ടാന്നാവോ? ബിന്ദു ഉണ്ടായിരുന്നെങ്കിൽ 2 മാങ്ങ മേടിച്ച് ചമ്മന്തിങ്കിൽ അരക്കായിരുന്നു. കറിക്കാണെങ്കിൽ ഒന്നും സാധനം ഇരിപ്പില്ല. ബിന്ദു, ബിന്ദുവേ. ആരുദ്രമ്മേ, എന്താണ് രമ്മേ? നിന്റെ പണിയൊക്കെ കഴിഞ്ഞാ? എന്റെ പണിയൊക്കെ കഴിഞ്ഞു. അല്ല, നിന്റെ പണി കഴിഞ്ഞാ? ഇല്ലടി, പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ചേട്ടനിപ്പേ മഴക്കാലം ആയതുകൊണ്ട് പണി വളരെ കുറവാടി. കറിക്കാണെങ്കിൽ ഒന്നും കിട്ടിയിട്ടില്ല. നീ 2 മാങ്ങ തരൂ, ചമ്മന്തി അരക്കാനാണ്. അപ്പൊ ഞായറ് ദിവസത്തിലെ മാവില്ലേ? എന്റെ പൊന്നു രമേ, ആ മാവിൽ ഒരു കൊമ്പ് നിങ്ങളുടെ വീടിന്റെ ഭാഗത്തേക്കല്ലേ ചരിഞ്ഞു നിക്കണത്. അതിലാവശ്യത്തിന് മാങ്ങയും ഉണ്ട്. അതിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ള നിനക്ക് എടുത്തൂടെ? എന്നാലും ചരിഞ്ഞു നിന്ന് വെച്ച് നിങ്ങളുടെ മാവല്ലേടി, അത് പിന്നെ ചോദിക്കണ്ടേ? പിന്നെ ദേ, ഞാൻ ഇപ്പൊ പറയണ ഇനി അത് ചോദിക്കൊന്നും വേണ്ട. നിനക്ക് എന്തോരം മാങ്ങ വേണമെങ്കിലും അതിന്ന് പറിച്ചോ. ഞങ്ങൾ ആരും അത് എടുക്കാനായിട്ട് വരാറില്ല. വെറുതെ നശിഞ്ഞു പോണേക്കാളും നല്ലതല്ലേ, നിനക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. നീ എടുത്തോ അതിന്ന്. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല വേണ്ടേ? എങ്കിലും പറിക്കട്ടെ. പറിച്ചോ. കറി കൊടുത്തുണ്ടായിരുന്നു രമേ. പോലെ അവിടെ നിക്ക്. ആ വീലാണ് സാമ്പാർ. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. എനിക്ക് മാങ്ങ മതി, ഞാൻ ചമ്മന്തി അരച്ചോളാം. നീ ചമ്മന്തി അരക്ക് എന്തോരം ചെയ്തോ, പക്ഷെ ഇത് നീ കൊണ്ടുപോയിക്കോ. ഇല്ലെങ്കിലേ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവൂല. എനിക്ക് ചെല്ലട്ടെ. ചെല്ലേ. ദേ, കറി തന്നെന്ന് പറഞ്ഞോണ്ടേ മാങ്ങ പറിക്കാതിരിക്കണ്ടാ. നിനക്ക് ആവശ്യമുള്ള മാങ്ങ നീ പറിച്ചോ. ഞാൻ പറിച്ചോളാം. ചേർന്ന് ഗേറ്റ് അടച്ചില്ലേ? രമണി, ഇതെവിടെ പോയി? ഞാൻ റേഷൻ കട വരെ മണ്ണെണ്ണ മേടിക്കാനേ. മണ്ണെണ്ണ മേടിച്ചില്ലെങ്കിലേ ഇന്ന് രാത്രി ഇരുട്ടത്തായിരിക്കുള്ളൂ. അത് ഞാൻ ചോദിക്കണോന്ന് വിചാരിച്ചാണ്. നിങ്ങൾ എന്താണ് കറണ്ട് എടുക്കാത്തത്? ഞങ്ങൾ എങ്ങനെയാണ് കറണ്ട് എടുക്കാനാണ്? പോസ്റ്റ് ഇട്ടേക്കണത് രായപ്പം മുതലുടെ പറമ്പിലല്ലേ. അയാളോട് ഞാൻ ചോദിച്ച്, അയാൾ ഒപ്പിട്ട് തരില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ അത്രക്ക് അത്യാവശ്യമാണെങ്കിൽ ആ പറമ്പ് മേടിക്കണോന്ന്. ഞങ്ങൾ എങ്ങനെ മേടിക്കാനാണ്? അയാളെന്താണ് കണ്ണിച്ചോടില്ലാത്ത മനുഷ്യനാ? ഒന്ന് ഒപ്പിട്ട് കൊടുത്തൂടെ? നിന്റെ മോന് ഇത്തവണ 10ാം ക്ലാസ്സിലല്ലേ. ആ കൊച്ചിന് പഠിക്കൊക്കെ വേണ്ടേ? പറഞ്ഞിട്ട് കാര്യമില്ല, അയാളൊന്നും കേൾക്കില്ലാന്നേ. അമ്മ, ഞാനൊരു കാര്യം പറയട്ടെ, നീ ഒന്ന് പോയി അന്വേഷിക്ക്. നമ്മുടെ വീടിന്റെ ആ പറമ്പിൽ കൂടി എടുക്കാൻ പറ്റുമെന്ന്. ഞങ്ങളുടെ പോസ്റ്റ് അവിടെ ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ഒപ്പിട്ട് തരാം. അയ്യോ, അതൊക്കെ നിനക്ക് വളരെ ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? എന്റെ വീട്ടിലേക്ക് ഒരു ചെറിയൊരു വയറ് അതിലേ പോയി പറഞ്ഞോണ്ടും ഇപ്പൊ ഞങ്ങൾക്ക് എന്ത് വരാനാണ്? എന്നാലും നീ എന്തായാലും പോയി ഒന്ന് അന്വേഷിക്ക്, കറണ്ട് ഓഫീസിൽ ചെന്നത്. ഞാൻ എന്തായാലേ ചേട്ടനോട് പറഞ്ഞ് ഞാനേ സമ്മതം മേടിച്ചു വെക്കാം. നീ പോയി അന്വേഷിക്ക്, ഞങ്ങൾ ഒപ്പിട്ട് തരാം. അങ്ങനെയാണെങ്കിൽ നീ ചെന്ന് ചോദിക്കാങ്കിൽ. നീ ചോദിക്കട്ടാ, എന്നിട്ട് വന്ന് പറഞ്ഞാ മതി. ഏട്ടായി, അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്കൊരാളെ സഹായിക്കാൻ പറ്റി കഴിഞ്ഞാല് അത് ഏറ്റവും വലിയൊരു പുണ്യമല്ലേ? അത് ശരിയാണ്, പുണ്യമാണ്. അതെ, നമ്മുടെ രമ്മയുടെ വീട്ടിലെ കറണ്ട് ഇല്ലാന്ന് ഇന്നും ആ പെണ്ണ് മണ്ണെണ്ണ മേടിച്ചോണ്ട് പോണ്. ആ വീട്ടിലെ കൊച്ചേ 10ാം ക്ലാസ്സിലാണ്. നമ്മുടെ മോനെ പോലെ ഈ തള്ളും അവൻ 10ാം ക്ലാസ് എഴുതണാണ്. അതും ഇരുട്ടത്തിരുന്നാണ് ആ കൊച്ചു പഠിക്കണത്. അപ്പേ അവർക്ക് കറണ്ട് കിട്ടാനായിട്ട് അയാൾ ഒപ്പിട്ട് കൊടുത്തില്ലാന്ന്. അപ്പൊ നമ്മുടെ ആ പോസ്റ്റിൽ നിന്ന് അവരിപ്പോ കറണ്ട് എടുത്താല് കുഴപ്പമൊന്നുമില്ലല്ലോ. അതെങ്ങനെയാണ് നമ്മുടെ പറമ്പിൽ കൂടി വലിക്കേണ്ടത്? അതിനിപ്പോ എന്താണ്, ഒരു വയറല്ലേ പോണത്, അതിനിപ്പോ എന്താണ് കുഴപ്പം? അതൊന്നും വേണ്ട, പിന്നീട് അതൊക്കെ ഒരു പ്രശ്നവും. അത് വേണ്ടത്. പിന്നെ എന്ത് പ്രശ്നം? നമ്മുടെ ആ മൂലക്കെ കൂടി അവരുടെ ഒരു വയറ് പോയെന്ന് പറഞ്ഞിട്ടും ഒന്നും വരാനില്ല. ഏട്ടാ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഈ ഏരിയയില് എല്ലാ വീട്ടിലും കറണ്ട് ഉണ്ട്. ആ ഒരു വീട്ടില് മാത്രമല്ലേ കറണ്ട് ഇല്ലാത്തത്? ആലോചിച്ച് നോക്കി അവിടുത്തെ അവസ്ഥ എന്താണെന്ന്. നീ പറയണ ശരിയാണ്, പക്ഷെ എന്നാലും വേണോ? ഒരു കുഴപ്പമില്ല, നമുക്ക് കൊടുക്കാന്ന്. ആ ഒരു കൺസെന്റ് ഒപ്പിട്ട് കൊടുത്തു അവരുടെ വീട്ടില് കറണ്ട് കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിനും വലിയ പുണ്യപ്രവൃത്തി വേറെ വല്ലതും ഉണ്ടാ? നിനക്ക് അത്ര ഗവൺമെന്റ് ഒപ്പിട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചെയ്ത് കൊടുക്കാന്ന്. ഒരാൾക്ക് വിളിച്ചും കിട്ടിക്കാൻ വലിയ കാര്യമുള്ള. ഞാനപ്പോ ചായ എടുക്കട്ടെ. ശരി. ബിന്ദു, ബിന്ദുവേ. എടി, എന്താടി? എനിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. എന്താണ് കാര്യം?
എടി വീട്ടിൽ കറണ്ട് കിട്ടിയടി. ഇപ്പൊ ഒരു കണക്ഷൻ തന്നു പോയുള്ളൂ. ഓ സമാധാനമായി, സന്തോഷമായില്ലേ? ഒരുപാട് സന്തോഷമായി. ഇതിന് നന്ദി പറയേണ്ടത് നിന്നോടും ചേട്ടനോടാണ്. നിങ്ങൾ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ ഞങ്ങക്ക് ഇപ്പോഴും കറണ്ട് കിട്ടില്ലായിരുന്നു. നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, ഞാനത് ചെയ്തത് വേറൊന്നും കൊണ്ടല്ലേ. ഈ ഏരിയയിലെ എല്ലാ വീട്ടിലും കറണ്ട് ഉണ്ട്, നിന്റെ വീട്ടിൽ മാത്രമല്ല എന്നാ കറണ്ട് ഇല്ലാതിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചേട്ടനോട് പറഞ്ഞ് അത് ശരിയാക്കി തന്നത്. നീ എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്തത് വലിയൊരു ഉപകാരമാണ്. ഞാൻ എന്റെ കുടുംബം ഇതൊരിക്കലും മറക്കില്ല. ഇരുട്ടിക്കിടന്ന് ഞങ്ങൾക്ക് വെളിച്ചം തന്നത് നിങ്ങളാണ്. ഇപ്പൊ ഞാൻ നിങ്ങളൊക്കെ കാണൊരു ദൈവത്തിനെ പോലെയാണ്. ദേ മതി പറഞ്ഞത്, പറഞ്ഞു എങ്ങാട്ടേക്കാണ് പോണത്? ദേ നിന്റെ മോനോട് നല്ലോണം പഠിക്കാൻ പറയണം. അവന് വേണ്ടിയാണ് ഞാൻ ആ കറണ്ടിന്റെ ആരോഗ്യം ശരിയാക്കിയത്. എന്റെ കൊച്ചു ഇവിടെ ഇരുന്ന് വെട്ടത്തിരുന്ന് പഠിക്കുമ്പോ നിന്റെ കൊച്ചവിടെ ഇരുട്ടത്തിരുന്ന് പഠിക്കണപ്പോ എനിക്കൊരു സങ്കടം തന്നെയായിരുന്നു. അപ്പൊ അവനോട് പഠിക്കാൻ പറയണോട്ടോ നല്ലോണം. ഇനി അവരിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നല്ലൊരു ജോലിയൊക്കെ കിട്ടണം. എല്ലാം ശരിയാവും. നിങ്ങൾ ഇത്രയും നാളും കിടന്ന് കഷ്ടപ്പെട്ടേന് അവനൊരു നല്ല ജോലിയൊക്കെ കിട്ടുമ്പോ നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടും മാറും. എങ്കിൽ ഞാൻ ചെല്ലട്ടേടി. പിന്നെ വേണമെങ്കിൽ ഒരു TV ഇവിടെ ഇരിപ്പുണ്ട്. അതിപ്പോ ആരും ഉപയോഗിക്കണില്ല. ഇപ്പൊ LED വന്നോണ്ട് ആ TV ഇപ്പൊ ആരും ഉപയോഗിക്കണില്ല. നീ വേണത് കൊണ്ടുപോയിക്കോ. ഞാൻ ചേട്ടനായിട്ട് വരാട്ടാ. എന്നാ ശരി. ഓ അവളുടെ കറണ്ട് കിട്ടിയല്ല, സമാധാനമായി. ആരാണ് നിന്റെ പാതിരാക്കി? നോക്കട്ടെ. രമേണല്ലോ വിളിക്കണത്. ഹലോ എടി ബിന്ദു, ഞാനാടി. ചേട്ടനെ ഭയങ്കര നെഞ്ചുവേദന, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. നീയും ചേട്ടനിട്ടൊന്ന് വരുമോ? ആണോ? നീ വിഷമിക്കണ്ട, ഞങ്ങള് ഇപ്പൊ തന്നെ വരാം. ശരിയടി. ശരി എന്നാ. എന്താണ്? രമയുടെ ചേട്ടന് പാടില്ലാന്ന്, നെഞ്ചുവേദന. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ ചെല്ലാനായിട്ട്. കാറിന്റെ കീ എടുക്ക്. ഞാൻ എടുക്കാം. ഹോസ്പിറ്റലിൽ ഒന്ന് വിളിച്ചോ, എമർജൻസി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വിളിക്കാം. ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യമുള്ളൂ. കുറെ നാളെ മനുഷ്യൻ സഹിക്കണത്. ഇങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. ബിന്ദു, എടി ബിന്ദു, ഇങ്ങോട്ട് വന്നേ. ഇതാണ് രമേ. എന്താണ് രമേ? എന്താണെന്നാ? നിങ്ങളുടെ പടിഞ്ഞാറ് വശത്തെ മാവില്ലേ, അതങ്ങടെ വെട്ടിയേക്ക്. എന്തോരം അല്ലേണ് വീണത്. മനുഷ്യനെ ഓടിച്ചോടിച്ച് നാടുപോയി. എന്റെ രമേ, നീ എന്തൊക്കെയാണ് ഈ പറയണത്? അതെന്തിനാണ് വെറുതെ വെട്ടിക്കളയണത്? രണ്ടൂന്നെല്ലാം മുറ്റത്ത് വീഴും, അതങ്ങ് അടിച്ചു കളഞ്ഞാ പോരെ. നമുക്ക് എന്തോരം മാങ്ങയൊക്കെ കിട്ടണാണ്. 2-3 നീ ഒന്ന് വന്നു നോക്ക്. കൊണ്ടമാനല്ലേ അവിടെ കന്നു കിടക്കണത്. എനിക്ക് മതിയായി അടിച്ച്. പിന്നെ മാങ്ങയുടെ കേസ്, അതെങ്ങാനും പഴുത്താലുണ്ടല്ലോ മുഴുവൻ അവിടെ ചീഞ്ഞ് വീണ് ആ കട്ട വിരിച്ചേക്കാണ് എന്റെ കൊച്ച്. എന്തോരം പൈസ കൊടുത്ത് ചെയ്തതാണെന്നറിയോ? മൊത്തം വൃത്തിയോടാക്കും. ഒന്നില്ലെങ്കിൽ നീയായിട്ട് വെട്ടിക്കോ, അല്ലെങ്കിലേ ഞാൻ മുനിസിപ്പാലിറ്റി പോയി പരാതി കൊടുക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ രമേ, നീ ഇത് പരാതിയൊക്കെ ഇട്ടുണ്ടോന്നും നടക്കണ്ട. നിന്റെ വീടിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞേക്കണ ആ 2 കൊമ്പ് വെട്ടിയാ പോരെ. അതെന്തായാലും വെട്ടിത്തരാം. അല്ലേ കൊമ്പ് വെട്ടാൻ നിക്കണ്? കൊമ്പ് വെട്ടി കഴിഞ്ഞാൽ പിന്നെ അത് വളരില്ലേ? ഞാൻ സമ്മതിക്കൊന്നുമില്ല. എനിക്ക് കൊമ്പല്ല വെട്ടുന്നത്, ആ മരം തന്നെ കൂടെ വെട്ടിക്കളയണം. എന്റെ രമേ, നീ എന്ത് ദുഷ്ടത്തിനാണ് ഈ പറയണത്? ആ മാവിന്ന് ഞങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ മാങ്ങ പറിച്ച് ചമ്മന്തി അരച്ചേക്കണ ആളാണ് നീ. എന്നിട്ട് നീ തന്നെ അത് വെട്ടിക്കളയണമെന്ന് പറയണതേ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് ട്ടാ. അതെ, നീ ആ പഴയ കാലം ഒന്നും ഓർമ്മിപ്പിക്കണ്ട. എനിക്കതൊന്നും ഓർക്കാൻ താല്പര്യമില്ല. നീ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം അങ്ങോട്ട് ചെയ്താൽ മതി. ഞങ്ങൾക്ക് മാങ്ങ വേണമെങ്കിലേ ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചോളാം. എന്റെ മോന്റെ അടുത്ത് ഇഷ്ടമാതിരി കാശുണ്ട്, അല്ലാണ്ട് നിന്റെ മാങ്ങയൊന്നും എനിക്ക് വേണ്ട. കുറച്ച് പൈസ കയ്യിൽ വന്നപ്പോഴത്തേക്കും നീ ആളാകെ മാറിപ്പോയി രമേ. പണ്ട് ഞങ്ങളുടെ അയൽവക്കത്ത് ഒരു രമ ഉണ്ടായിരുന്നു. കഷ്ടപ്പാടും ദുരിതവും എല്ലാം അനുഭവിച്ച ഒരു രമ. അവക്കിപ്പൊ ഇത്തിരി കുറച്ച് കാശൊക്കെ ആയി. അതോടെ അവളുടെ സ്വഭാവം മാറി. അവളുടെ വീട്ടിലേ കറണ്ട് ഉണ്ടായിരുന്നില്ല പണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആ കൺസെന്റ് ഒപ്പിട്ട് കൊടുത്തപ്പോഴാണ് അവളുടെ വീട്ടില് കറണ്ട് വന്നത്. അന്ന് അവളെ ഈ വീട്ടിൽ ഓടി വന്ന് എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചെയ്തെന്ന ഉപകാരമില്ലേ ഒരിക്കലും മറക്കൂല, ഞങ്ങള് ദൈവത്തിന് തുല്യമാണെന്ന്. ആരമ്മ ഇപ്പൊ എവിടെ പോയെന്നാവോ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ വല്ല സ്വപ്നം കണ്ടതായിരിക്കുള്ളൂ. അല്ലെങ്കിലും പൈസ കുറച്ചാവുമ്പോ ചെയ്തെന്ന ഉപകാരങ്ങളും എല്ലാം മറക്കും, അത് സ്വാഭാവികം. പക്ഷേ ഞാൻ നിന്നെ പോലെയല്ല. 10 പൈസയുടെ കാശ് കയ്യിൽ വരുമ്പോഴത്തേക്ക് പഴയതൊന്നും മറന്നു പോണ സ്വഭാവമൊന്നും എനിക്കില്ല.
പണ്ടൊക്കെ അയൽവക്കങ്ങൾ തമ്മില് നല്ല സ്നേഹത്തിലാണ്. ഒരാവശ്യം വന്നാലേ ഓടി വരാനൊക്കെ ഈ അയൽവക്കക്കാരുണ്ടാവുള്ളൂ. പക്ഷെ നിന്നെ പോലുള്ള കുറെ എണ്ണങ്ങള് അയൽവക്കത്ത് വന്നു കഴിഞ്ഞാലില്ലേ ആ അയൽവക്ക ബന്ധങ്ങൾ തന്നെ ഇല്ലാതായിപ്പോ. നിനക്ക് വേണ്ടി ഞാനും എന്റെ കുടുംബവും എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. എന്നിട്ട് അതൊക്കെ മറന്ന് നീ പണത്തിന്റെ അഹങ്കാരം അത് എന്നോട് കാണിക്കണ്ടട്ടാ. ദൈവം പോലും നിന്നോട് പൊറുക്കൂല. അവസാനം പടുകുഴിയിൽ വീഴുമ്പോ ആരും ഉണ്ടാവൂല, അത് നീ ഓർത്തോ. പിന്നെ എന്റെ പറമ്പിലിരിക്കണ മാവ് അത് ഞാൻ വെട്ടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ നിന്റെ മുറ്റത്തേക്ക് ചാഞ്ഞെന്ന് പറയണ ആ 2 കൊമ്പല്ലേ അത് ഞാൻ വെട്ടിത്തരാം. അല്ലാതെ എന്റെ ആ മാവ് വെട്ടിക്കളയാന്നുള്ള സ്വപ്നമൊന്നും നീ കാണണ്ട. അതെ, നമുക്ക് കാണാം. നിന്നെ കൊണ്ടേ ഞാൻ വെട്ടിപ്പിക്കോടി. നമുക്ക് കാണാം. കാണാം. എന്തൊക്കെ ചെയ്തു കൊടുത്താണ് അവൾക്ക്. എന്നിട്ടും അതിന്റെ ഒരു നന്ദി പോലുമില്ല. ഇതേപോലത്തെ അയൽവക്കോ ഇല്ലാതിരിക്കണാണ് നല്ലത്. അതെ, ഇങ്ങനെ ഒരു അയൽവക്കം ഇല്ലാതിരിക്കുന്നത് തന്നെയല്ലേ നല്ലത്. പണ്ട് കാലത്ത് അയൽവക്കക്കാർ തമ്മിൽ പരസ്പര സ്നേഹവും സഹകരണവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അയൽവക്കങ്ങൾ തമ്മിൽ പരസ്പരം ശത്രുക്കളെ പോലെയാണ്. ഇവരെല്ലാം ഒരു കാര്യം മറന്നുപോകുന്നു. നാളെ നമുക്കൊരാപത്ത് വന്നാൽ ആദ്യം ഓടിയെത്തുന്നത് ഈ അയൽവക്കക്കാരാണെന്നുള്ള സത്യം. നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.